ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ മരണത്തിന് പിന്നാലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ 11:30-ക്കാണ് ഓൺലൈനായി യോഗം ചേരുക. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. സെയ്ഫ്, എന്താണ് ഈ യോഗത്തിന്റെ അജണ്ട? മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജിംസ് പ്രധാനപ്പെട്ട അജണ്ട. ജോയിയുടെ മരണത്തിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ കാര്യക്ഷമമായ വിഷയത്തിൽ ഇടപെടുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ ഭാഗമുണ്ട്, ഒരു 117 മീറ്റർ അടക്കം ആ ഭാഗമുണ്ട്. അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അങ്ങനെയാണ് ജോയി അവിടെ മരണപ്പെടുന്നത്. അത് മാലിന്യം കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മാലിന്യം അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ നഗരസഭാ പരിധിയിൽ എവിടെയൊക്കെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ടോ അതെല്ലാം മാറ്റുക എന്നത് കൂടിയുണ്ട്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഇടപെടൽ വേണ്ട സംഭവങ്ങളുണ്ട്. കാരണം ഇന്നലെ തന്നെ നമ്മുടെ ഷിജോ റിപ്പോർട്ട് ചെയ്ത പോലെ കൊച്ചുവേളിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അത് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിട്ട് അതും നീക്കാൻ അവർ തയ്യാറായിട്ടില്ല. അത് നീക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം റെയിൽവേക്ക് മുന്നിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി തന്നെ വെക്കും. ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തദ്ദേശ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അതുപോലെ തന്നെ ജലസേചന മന്ത്രി, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ബന്ധപ്പെട്ട MLA മാർ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 11:30-ക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്.